അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹാധനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഇസ്ലാം മുറിഞ്ഞു പോകുന്ന 10 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇമാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ നവാഖിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥത്തിലെ അദ്ദേഹം രണ്ടാമതായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അദ്ദേഹം എഴുതുകയാണ്, അസ്സാനി, രണ്ടാമത്തത്, മൻ ജഅല ബൈനഹു വ ബൈനല്ലാഹി വസായിത് യദ്ഊഹും വയസ്അലുഹുമു ശഫാഅ വയതവക്കലു അലൈഹിം കഫറ ഇജ്മാഅൻ. അദ്ദേഹം പറയുകയാണ്, മൻ ജഅല, ആരെങ്കിലും ആക്കിയാൽ, ബൈനഹു വബൈനല്ലാഹ്, അവനും അള്ളാഹുവിൻ്റെ ഇടയിലും, വസായിത്ത്, വസായിത്ത് എന്ന് പറഞ്ഞാൽ ഇടനിലക്കാരൻ എന്നാണ്, അല്ലെങ്കിൽ ഒരു മധ്യവർത്തി. എന്തിനാണ്? യദ്ഊഹും, അവർ ആ മധ്യവർത്തിയോട് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ വയസ്അലുഹുമു ശഫാഅ, അള്ളാഹുവിനോട് ശുപാർശ ചെയ്യാൻ ഇവരെ മധ്യവർത്തിയാക്കുന്നു. അല്ലെങ്കിലോ വയതവക്കലു അലൈഹിം, അവരുടെ മേൽ ഭരമേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. ഏതൊരവസ്ഥയ്ക്കു വേണ്ടിയും അള്ളാഹുവിനും അടിമയ്ക്കുമിടയിൽ ആരെങ്കിലും ഒരു മധ്യവർത്തിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ കഫറ ഇജ്മാഅൻ, അവൻ കാഫിറാണ് എന്നതിൽ ഏകാഭിപ്രായമുള്ള കാര്യമാണ് എന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. 3 കാര്യങ്ങൾക്കു വേണ്ടി ഇടയാളനെ സ്വീകരിക്കുന്നു എന്നതാണ്. ഒന്നാമത്തത് അയ്യദ്ഊഹും, ഒന്ന് പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ അതിൽ യാതൊരു സംശയമില്ലാത്ത വിഷയമാണ്, മുസ്ലിം ലോകം ഒന്നടങ്കം അംഗീകരിക്കുന്ന വിഷയമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുക എന്നത് ഷിർക്കും കുഫ്റുമാണ്. അത് ഏതുപോലെ? യാ മുഹമ്മദ് അഗ്സിനി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തന്നാലും എന്നു പ്രാർത്ഥിച്ചാൽ അത് ഷിർക്കാണ്. കാരണം മഴ പെയ്യിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. മക്കയിലെ മുശ്രിക്കുകൾക്ക് പോലും അറിയുന്ന യാഥാർത്ഥ്യമായിരുന്നു, ആരാണ് ആകാശലോകത്തു നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത്, ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതാരാണ് എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പ്രധാനപ്പെട്ട അഫ്ആലുകളെക്കുറിച്ച്, പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഫസയഖൂലൂനല്ലാഹ്, അല്ലാഹു ആണ് എന്ന് അവർ നിസ്സംശയം പറയുമെന്നാണ്. അപ്പോൾ ഇതുപോലെ അല്ലാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നത് ഷിർക്ക് തന്നെയാണ് എന്നതിൽ സംശയമില്ലാത്ത കാര്യമാണ്. രണ്ടാമത്തത് ഔ യസ്അലുഹുമു ശഫാഅ, അല്ലെങ്കിൽ റബ്ബിനോട് ശുപാർശ ചെയ്യാൻ വേണ്ടി ഇവരോട് ചോദിക്കുന്നു. മധ്യവർത്തികളോട്, ആ മധ്യവർത്തികളെ സ്വീകരിക്കുന്നത് തന്നെ അള്ളാഹുവിനോട് ഷഫാഅത്തിന് വേണ്ടിയിട്ടാണ്. ഏതുപോലെ? യാ അലി ഇഷ്ഫഅലി, അലി റളിയല്ലാഹുവിനോട് ചോദിക്കാണ്, എനിക്ക് ശുപാർശ ചെയ്താലും എന്ന് പറയുന്നതുപോലെ. ഇതെന്താണ്? ഇത് റബ്ബിൽ മധ്യവർത്തിയെ സ്വീകരിക്കലും അത് ഷിർക്കുമാണ് എന്ന് അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മൂന്നാമത്തത് അയ്യതവക്കല അലൈഹി, അവരുടെ മേൽ ഭരമേൽപ്പിക്കുന്നു. തവക്കുൽ റബ്ബിന് മാത്രമാണ്. നമ്മുടെ സർവ്വ കാര്യങ്ങളും സമർപ്പിക്കേണ്ടത് റബ്ബിനോടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോലും ബിസ്മില്ലാ തവക്കൽതു അലല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിറങ്ങണമെന്നാണ് ഒരു വിശ്വാസിയെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏതു സന്ദർഭത്തിലും റബ്ബിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള ജീവിതമാണ് മുന്നോട്ടു പോകേണ്ടത്. ഒമയ്യത്തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹ്, ആരെങ്കിലും റബ്ബിൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞാൽ അവൻ അല്ലാഹു മതി എന്ന് അല്ലാഹു തീർച്ചപ്പെടുത്തി പറയുമ്പോൾ പിന്നെ എന്തിനാണ് അല്ലാഹു അല്ലാത്ത ആളുകളോട് ഭരമേൽപ്പിക്കുന്നത്? അല്ലെങ്കിൽ അല്ലാഹു അല്ലാത്ത ആളുകളോട് ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നത് ഉറുക്കും നൂലും ഏലസും അതുപോലെയുള്ള സംഗതികൾ കെട്ടുന്നു, എന്നിട്ട് അതിൽ നിന്ന് രക്ഷ ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം അതിനെ ഭരമേൽപ്പിക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അല്ലഖ തമീമത്തൻ, ആരെങ്കിലും ഒരു ഉറുക്കോ ഏലസോ പോലെയുള്ള സംഗതികൾ കെട്ടിക്കഴിഞ്ഞാൽ വുക്കില ഇലൈഹി എന്നാണ്,
അതിലേക്ക് ഭരമേൽപ്പിക്കപ്പെടും എന്നാണ്. പിന്നെ അള്ളാഹു അവനെ കൈയൊഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കുന്നവൻ അള്ളാഹുവാണ്. നമ്മെ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകി നമ്മെ സഹായിക്കുന്നവൻ അള്ളാഹുവാണ്. അങ്ങനെയുള്ള റബ്ബിനാണ് എല്ലാം സമർപ്പിക്കേണ്ടത്. ആ റബ്ബിലേക്കാണ് നമ്മെല്ലാം ഭരമേൽപ്പിക്കേണ്ടത്. നമ്മുടെ എന്ത് പ്രതിസന്ധിയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും സമർപ്പിക്കേണ്ടതും ഭരമേൽപ്പിക്കേണ്ടതും റബ്ബിനോടാണ് എന്നത് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ അള്ളാഹു അല്ലാത്ത ആളുകളോട് ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വാലിഹായ മനുഷ്യനോട് എനിക്ക് കുട്ടിയെ തരണേ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ സ്വാലിഹായ മനുഷ്യനാണ് എനിക്ക് റിസ്ക് നൽകുന്നത് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ മനുഷ്യനിൽ നിന്ന് അഭൗതികമായ മാർഗത്തിൽ പലതും പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അത് തവക്കുലാണ്. ഇത്തരത്തിൽ 3 രൂപത്തിൽ മധ്യവർത്തികളെ സ്വീകരിക്കും എന്നത് നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ഇതിൽ ഒന്നാമത്തതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യം തന്നെയില്ല, കാരണം അത്രയും സുവ്യക്തമായ കാര്യമാണ്. എന്നാൽ രണ്ടാമത്തെ വിഷയത്തിൽ ആളുകൾക്കിടയിൽ ഇത് പ്രവർത്തിക്കുന്ന ശിർക്കൻ പ്രവർത്തനങ്ങൾ നടത്തുന്നയാളുകൾ ചില തിരിമറികൾ നടത്താറുണ്ട്. അവിടെ 2 വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് വ അമ്മ സുആലു ഗൈരില്ലാ ഫഅലാ ഖിസ്മൈൻ, അള്ളാഹു അല്ലാത്ത ആളുകളോട് ചോദിക്കുക എന്നത്, പ്രാർത്ഥിക്കുക എന്നതല്ല, ചോദിക്കുക എന്നത് 2 രൂപത്തിലുണ്ട്. അതിലൊന്നാമത്തത് മൻ സഅല ഹയ്യൻ ഹാദിറൻ ഖാദിറൻ ഫഹാദ മിനസ് സുആലിൽ ജായിസ്, ആരെങ്കിലും ഹയ്യായ, അതായത് ജീവിച്ചിരിക്കുന്ന, ഹാദിറായ, തൻ്റെ മുന്നിലുള്ള, ഖാദിറായ, ഖാദിർ എന്ന് പറഞ്ഞാൽ കഴിവുറ്റ, ചോദിക്കുന്ന വിഷയത്തിൽ അത് ചെയ്തു തരാൻ കഴിവുള്ള ആ ഒരു വ്യക്തിയോടോ ശക്തിയോടോ ആണ് ചോദിക്കുന്നതെങ്കിൽ ഫഹാദ മിനസ് സുആലിൽ ജായിസ്, അത് അനുവദനീയമായ കാര്യമാകുന്നു. അപ്പോൾ ഒരു ആന നിൽക്കുന്നു, ആ ആനയെ കൊണ്ട് തടിയെടുപ്പിക്കുക എന്ന പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ ആനയോട് തടിയെടുക്കാൻ പറയുക എന്നത് ആ ആനയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ അത് അനുവദനീയമായ കാര്യമാണ്. ഇങ്ങനെ തുടങ്ങി ഭൗതികമായ ഏത് കാര്യത്തിലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളെക്കൊണ്ട് പല രൂപത്തിലുള്ള സഹായങ്ങളൊക്കെ എടുക്കാറുണ്ടല്ലോ മൃഗങ്ങളെ കൊണ്ടൊക്കെ. ഇപ്പോൾ പൂച്ചയെ കൊണ്ട് കളിപ്പിക്കുക, അതുപോലെ പക്ഷികളെ കൊണ്ട് പല പ്രവർത്തനങ്ങളും നമ്മൾ നടത്താറുണ്ട്. ചില സർക്കസിൻ്റെയും അതുപോലെ ചില മ്യൂസിയങ്ങളിലുമെല്ലാം അത്തരം ജീവജാലങ്ങളെ വച്ച്, പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ വച്ച് പല പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. എന്നതുപോലെ മനുഷ്യനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന, പരസ്പരം സഹായിക്കുന്ന അത്തരം കർമ്മങ്ങളൊക്കെ അനുവദനീയമായ കാര്യമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ അനുവദനീയമല്ലാത്ത കാര്യം എന്താണ്? അതാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു തന്നത്. ഒമൻ സഅലൽ അംബാസ് അവിൽ ഗായിബീൻ കഫറ വമൻ സഅലൽ ഹാദിരീന ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് കഫറ. അദ്ദേഹം പറയുകയാണ്, വിശദീകരിക്കുകയാണ്, ആരെങ്കിലും മരിച്ചുപോയതോ അല്ലെങ്കിൽ മുന്നിലില്ലാത്തതോ ആയ, ഹാദിറല്ലാത്ത, ഗായിബായ, അദൃശ്യത്തിലുള്ള ഒരു വ്യക്തിയോടോ ചോദിക്കുകയാണെങ്കിൽ അതും കുഫ്റാണ്. അതായത് മരിച്ചുപോയ വ്യക്തി ജീവിച്ചിരിപ്പില്ല എന്നതുകൊണ്ട് തന്നെ അവിടെ കുഫ്റായി. രണ്ടാമത്തത്, അദൃശ്യത്തിലുള്ള ഒരു വ്യക്തിയോട് ചോദിക്കുക എന്നതും കുഫ്റാണ്. കാരണം അദൃശ്യത്തിലുള്ള ഒരാൾ നമ്മൾ ഇവിടുന്ന് വിളിച്ചാൽ കേൾക്കുമെന്ന് പറയുന്നത് അള്ളാഹു കേൾക്കും പോലെ കേൾക്കുമെന്ന മറ്റൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ആ ഒരു ചോദ്യം തന്നെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കാകുന്നു. അതുപോലെ തന്നെ വമൻ സഅലൽ ഹാദിരീന ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, എന്നാൽ തൻ്റെ മുന്നിലുള്ള ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട്, ഒരു ശക്തിയോട്, എന്നാൽ ആ ശക്തിക്കോ ഫീമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അള്ളാഹ്ക്കു മാത്രം കഴിവുള്ള ഒരു വിഷയത്തിൽ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, സഹായം ചോദിക്കുകയാണെങ്കിൽ ആ സഹായവും കുഫറാകുന്നു എന്നാണ്. അപ്പോൾ അള്ളാഹ്ക്കു മാത്രം കഴിവുള്ള ഒരു സംഗതിയെ ജീവിച്ചിരിക്കുന്ന ഒരാളോട് പോലും ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പോൾ അള്ളാഹുവാണ് മഴ പെയ്യിപ്പിക്കുന്നത്. അപ്പോൾ മഴ പെയ്യിപ്പിക്കാൻ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിയോട് പോയി പറഞ്ഞാലോ അത് ശിർക്കാകും. അള്ളാഹ്ക്കു മാത്രം കഴിവുള്ള ഒരു സംഗതി, ഒരു കുട്ടിയെ തരിക എന്നുള്ളത്, മക്കളില്ലാത്തവർ മക്കളെ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്നാണ്. എന്നാൽ ഇന്ന് പല ആളുകളും ഖബറാളികളോട് പോയി ആവലാതി ബോധിപ്പിക്കുന്നു. ഇതും ഷിർക്കാണ്, അത് കുഫറിൽപ്പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഇനി ഗ്രന്ഥത്തിലേക്ക് തിരിച്ചു മടങ്ങുകയാണെങ്കിൽ ഗ്രന്ഥകർത്താവ് പറഞ്ഞ വയസ് അലുഹു മുഷഫാ എന്ന് പറഞ്ഞതിൽ
ആ ചോദ്യത്തെക്കുറിച്ചാണ്, യസ് അലുഹും എന്ന ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ വിശദീകരിച്ചത്. ശേഷം പറഞ്ഞത് അഷ്ഷഫാഅത്താണ്. ഷഫാഅത്ത് എന്ന് പറഞ്ഞാൽ ശുപാർശയാണ്. ആ ശുപാർശയെക്കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വ അമ്മ ഷഫാഅത്തു ഫഅല ഖിസ്മൈൻ, അതിന് രണ്ട് രൂപങ്ങളുണ്ട്. ഒന്ന് അഷ്ഷഫാഅത്തുൽ മുസ്ബത്ത, അതായത് ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതായ സ്ഥിരപ്പെട്ട ഷഫാഅത്ത്, ശുപാർശ. രണ്ടാമത്തത് ഷഫാഅത്തുൽ മൻഫിയ, ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടാത്ത, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കാത്ത ഷഫാഅത്തിൻ്റെ മറ്റൊരു രൂപം, അത് പാടില്ലാത്ത ഷഫാഅത്ത്. അപ്പോൾ എന്താണ് അഷ്ഷഫാഅത്തുൽ മുസ്ബത്ത എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ പറഞ്ഞു, വഹിയ മജ്തമഅ ഫീഹ ഷർത്താൻ, അതിന് രണ്ട് ഷർത്തുകൾ, നിബന്ധനകളുണ്ട് എന്നാണ്. അതിലൊന്നാമത്തത് അള്ളാഹുവിൻ്റെ അനുവാദമാണ്. അത് ആർക്കൊക്കെ അനുവാദം ഉണ്ടാകണം? ഷഫാഅത്ത് ചെയ്യുന്ന വ്യക്തിക്ക് അനുവാദമുണ്ടാകണം. രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. അതിലാർക്കൊക്കെ തൃപ്തി ഉണ്ടാകണം? അള്ളാഹുവിൻ്റെ തൃപ്തി ആരുടെ മേലൊക്കെ ഉണ്ടാകണം? അത് ഷഫാഅത്ത് ചെയ്യുന്ന വ്യക്തിയുടെ മേലും ഉണ്ടാകണം, ഷഫാഅത്ത് ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ മേലും ഉണ്ടാകണം എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ ഷഫാഅത്ത് ചെയ്യണമെങ്കിൽ അള്ളാഹുവിൻ്റെ അനുമതി ഉണ്ടാകണം. അതിനുള്ള തെളിവ് സൂറത്തു നജ്മിലെ 26-ാമത്തെ ആയത്താണ്. അതുപോലെ തന്നെ ശുപാർശ ചെയ്യുന്ന വ്യക്തിക്കും ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തിക്കും അള്ളാഹുവിൻ്റെ തൃപ്തി ഉണ്ടാകണം എന്നതാണ് മറ്റൊരു നിബന്ധന. അതിൽ തെളിവ് സൂറത്തു ത്വാഹയിലെ 109-ാമത്തെ ആയത്താണ്. വിശുദ്ധ ഖുർആനിൽ ഇനിയും തെളിവുകൾ കാണാൻ കഴിയും. സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്ത് അതിനുള്ള തെളിവാണ്. അപ്പോൾ ഇവിടെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല രണ്ട് കാര്യങ്ങൾ നിബന്ധനയാക്കിയിട്ടുണ്ട്. ആർക്കും ആരെയും ഷഫാഅത്ത് ചെയ്യാം, ശുപാർശ ചെയ്യാമെന്നല്ല, മറിച്ച് ആരെ ശുപാർശ ചെയ്യണമെന്നും ആർക്കുമേൽ ശുപാർശ ചെയ്യണമെന്നും എന്നെല്ലാം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളണമെന്നാണ്. ഒന്ന് അള്ളാഹുവിൻ്റെ അനുവാദം, രണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി. അപ്പോൾ ഇത് രണ്ടുമുണ്ടെങ്കിലേ ഷഫാഅത്ത്, ശുപാർശ നടക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഷർത്ത് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാലോ, പിന്നെ അവിടെ ഷഫാഅത്ത് ഉണ്ടാവുകയില്ല എന്നാണ്. ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ പിന്നെ അത് മൻഫിയായ ഷഫാഅത്താണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ന്യായമായി പറഞ്ഞത് ഈ കാരണമായിരുന്നു, അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാനായിരുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നാണ്. വയഅ്ബുദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹഉലാഇ ശുഫാഅഉനാ ഇൻദല്ലാഹ്. അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശകരാണ് ഇത്തരം ഔലിയാക്കന്മാർ, അല്ലെങ്കിൽ അള്ളാഹ് അല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഇടനിലക്കാരെ ഈ രൂപത്തിലാണ്, ഷഫാഅത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് എന്നായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. ഇതേ വാദമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനുണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ രൂപത്തിലുള്ള മധ്യവർത്തികളെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും ഇസ്ലാമിൽ അനുവദിച്ച കാര്യമല്ല എന്നും പഠിപ്പിക്കപ്പെടാത്ത കാര്യമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഷഫാഅത്ത് ലഭിക്കുന്നത് ആർക്കാണ് എന്നുകൂടി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അതിലൊന്നാമത്തത്, ഒരു മയ്യത്ത്, ആ മയ്യത്തിൻ്റെ മേൽ തൗഹീദുള്ള 40 പേർ നിസ്കരിച്ചാൽ ആ മയ്യത്തിന് ശുപാർശ ലഭിക്കുന്നതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് മൻ അസ്അദുന്നാസി ബിശഫാഅതിക യൗമൽ ഖിയാമ. ആരാണ് റസൂലെ പരലോകത്ത് ഷഫാഅത്ത്, നിങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുന്ന ആ വിജയിക്കുന്ന ആ ഒരു ഭാഗ്യവാൻ ആരാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുമ്പോൾ അവിടെ പ്രവാചകൻ പറയാണ്, അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ നഫ്സിഹി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇഖ്ലാസോടുകൂടി ചൊല്ലിയവന്, അതായത് തൗഹീദുള്ളവന് മാത്രമേ അള്ളാഹുവിൻ്റെ അടുക്കൽ, ആ സന്നിധിയിൽ, ആ വിചാരണാവേളയിൽ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള അനുവാദവും തൃപ്തിയും ലഭിച്ചുകൊണ്ട് ഷഫാഅത്തിനുള്ള ആ ഒരു തൗഫീക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദ് അത് അതിപ്രധാനമാണ്. ഷിർക്കിൽ നിന്ന് മുക്തമായി ജീവിക്കുക എന്നത് അതിനേക്കാൾ വലിയ പ്രധാനമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ തൗഹീദിനെ ഉൾക്കൊണ്ടുകൊണ്ട്
ഷിർക്കിൽ നിന്ന് മുക്തമായിക്കൊണ്ട് ഏത് ന്യായത്തിലൂടെയും ഷിർക്കിനെ ജീവിതത്തിലേക്ക് കടത്തിക്കൂട്ടാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചില ആളുകൾ ഇന്ന് ന്യായങ്ങൾ പറഞ്ഞ് ഷിർക്കുകൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ അവിടെ നിന്ന് മാറി തൗഹീദിലധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത്തരം ഇവിടെ പറഞ്ഞ പല വിഷയങ്ങളും ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനമാണ്. അതുകൊണ്ട് അതൊക്കെ കരുതി അതിൽ നിന്ന് വിട്ടുനിന്ന് റബ്ബിലെല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.